ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡേവിഡ് അബിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പല വാഗ്ദാനങ്ങളും കൊടുക്കുകയാണ്. നിനക്ക് ഞങ്ങളൊരു ബ്രാഞ്ച് തന്നെ തന്നേക്കാം, അതിൻ്റെ തലപ്പത്ത് നീ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ട അബിയുടെ മനസ്സ് ഭയങ്കര ഇങ്ങനെ ചിരിക്കുകയാണ്, ഭയങ്കര ഒരു സന്തോഷമുണ്ട് സാർ എന്നൊക്കെ അബി ഇങ്ങനെ പറയാ. അബി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഭാര്യ കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും നേട്ടം ഉണ്ടായത്. അപ്പോൾ അവളുടെ ഭർത്താവിന് ഞങ്ങളിവിടെ ഒരു സ്ഥാനം കൊടുക്കുന്നത് അത് വലിയ കുറവായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ബ്രാഞ്ചിന്റെ തലത്തിരുത്താൻ നിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നീ അതിൽ വിജയിക്കുമെന്നും അറിയാം. നിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞോ അവിടെ മുന്നിലൊക്കെ നീ ഉയർച്ചയുടെ നിൽക്കുമോനെ, ആ ഒരു അവസരം നിനക്കുണ്ടാവുമെന്നൊക്കെ പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ ഉരുകുകയായിരുന്നു. എന്ത് ചെയ്യും ഏത് ചെയ്യും, എല്ലാവരും എന്നെ ഒരു വേലക്കാരനെ പോലെയാണ് ആ വീട്ടിൽ എന്നെ കണ്ടത്. ഇപ്പോൾ എനിക്കങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. എന്തിന് നീ ആ വീട്ടിൽ നിൽക്കുന്നത് എന്തിനാണ്? നിനക്കിനി പുതിയൊരു ബ്രാഞ്ചൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും വേറെ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റില്ല. നീയും നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയായിട്ടൊക്കെ നിനക്ക് താമസം മാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാമെന്ന്. പക്ഷേ ഞാനാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് സാറേ. ഇനി അവിടെ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അബി. നിനക്ക് നിൻ്റേതായ വഴികളുണ്ട്, നിനക്ക് നിൻ്റേതായ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിലൊക്കെ നീ മുൻകൈ എടുത്ത് ഇറങ്ങണം എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു ക്യാബിൽ പോയി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ക്യാബിലേക്ക് കയറി ചെല്ലുകയാണ്. അബിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചാടി എണീക്കുകയാണ്. ചാടി കഴിഞ്ഞപ്പോഴേക്കും ഈ സാറ് പറയുകയാണ്, ഏതായാലും അബി സാറേ ഈ അങ്ങനെ വിളിക്കേണ്ടി വരുമോ? ഇപ്പോൾ വലിയൊരു തലപ്പത്തിരിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നല്ലൊരു സ്ഥാനം കിട്ടിയല്ലേ, ഒരു ബ്രാഞ്ച് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അബി മനസ്സിൽ വീണ്ടും കുരുട്ടുബുദ്ധി ആലോചിക്കണം. അതേടോ, എനിക്ക് ഒരു വലിയൊരു സ്ഥാനം തന്നെ കിട്ടിയിരിക്കുന്നത്. ആ സ്ഥാനം എൻ്റെ കൈ കിട്ടി കഴിയുന്ന നേരത്ത് തന്നെക്കാലം മുകളിലായിരിക്കുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മുടെ അബി. അപ്പോഴേക്കും ഇയാളാണെങ്കിൽ ഇനി അബി സാറേന്ന് ഞാൻ വിളിക്കേണ്ടി വരും. അയ്യോ സാറേ, എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? എന്നെ സാറേന്ന് വിളിക്കാനോ അബി സാറേ എന്നോ? എൻ്റെ പൊന്നു സാറേ, ഞാൻ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ഞാൻ താണ് തന്നെ നിൽക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. വന്ന വഴി ഞാൻ മറക്കില്ല. ഞാനങ്ങനെ നന്ദി കിട്ടവനല്ല. ഒരു ബ്രാഞ്ചിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും തരാമെന്നാണ് എന്നോട് ഡേവിഡ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കടപ്പാട് എന്നോട് ചെയ്യുമ്പോൾ ഞാൻ ആരെയും താഴ്ത്തി കെട്ടാനായിട്ട് നോക്കില്ല സാറേ. എനിക്ക് അത്രയും മാത്രം മതി. എങ്കിൽ ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈയും കൊടുത്തിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഇരിക്കുമ്പോൾ നയന ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, മാലയിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പെട്ടെന്ന് കോളിംബെല്ല് കേൾക്കുന്നത്. കഥ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ്, ഇത് സിംഗാണല്ലോ. എന്താ സിംഗെ, പോയ കാര്യങ്ങളല്ല എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പോയ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷേ ഒരു കാര്യമുണ്ട് നയനെ, ഈ വേഷത്തിൽ പോയാൽ നമ്മുടെ പരിചയമുള്ളവർ പോലും നമ്മളെ തിരിച്ചറിയില്ലെന്ന് മനസ്സിലായി. അതെന്താ ആദർശേട്ടാ? നമ്മുടെ പരിചയമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ തിരിച്ചറിയാനാ? താൻ പറഞ്ഞ സത്യം തന്നെയാ. ഞാനവിടെ ചെന്നപ്പോൾ നമ്മളെ പരിചയമുള്ളവരും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേര് വന്നു. അതായത് തൻ്റെ നവ്യ ചേച്ചിയും അഭിയും കൂടി വന്നായിരുന്നു. നവ്യേച്ചിയും അഭിയോ? അവരെന്തിനാ അവിടെ വന്നത്? അവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്ക് അവിടെ വലിയൊരു സ്ഥാനമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അഭിയെ അവിടുത്തെ പുതിയ മാനേജറായിട്ടൊക്കെ നിയമിക്കാൻ പോകണമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അവന് വലിയൊരു ഓഫർ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ അവൻ എന്ത് വേണം എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനൊരു കാര്യം അവർ ചെയ്തോ? അതെ, അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. പക്ഷേ തൻ്റെ ചേച്ചിയാണെങ്കിലും അഭിയാണെങ്കിലും എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു പോലുമില്ല. അത് തന്നെ ഞാൻ പറയുന്നത്. ഈ വേഷത്തിൽ ഒരു കുഞ്ഞു മനുഷ്യൻ പോലും നമ്മളെ തിരിച്ചറിയില്ലെന്ന്. പിന്നെ അവരുടെ നീക്കുപോക്കങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഡേവിഡിനെ കണ്ടു, ഇനി ഇയാളുടെ പിന്നിൽ ആരൊക്കെയാണ് കളിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിനോട് ഇത്ര ശത്രുത ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ ശരിക്കും കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആദർശേട്ടാ, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ നടക്കുകയല്ലേ. അപ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പൈസയൊക്കെ ഓഫർ ചെയ്തത്, പിന്നെ ഈ അഭിക്കും എന്തുകൊണ്ടാണ് ഇത്രയും ഓഫറെല്ലാം ചെയ്തത് എന്നൊക്കെ നമുക്ക് കണ്ടെത്തണം ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് സാധിക്കോടോ.
ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാം. അപ്പോൾ ഭയങ്കര ഇങ്ങനെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനിയെ എല്ലാവരും കൂടി ഇങ്ങനെ ഉപദേശിക്കുകയാണ്. മോനെ, നീ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഈ MD സ്ഥാനം നിനക്ക് തന്നിരിക്കുകയാണ്, അത് നീ വേണ്ട വിധത്തിൽ കൈകാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിലും മുത്തശ്ശ, എന്തിനാ മുത്തശ്ശ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദർശേട്ടനെ മറികടന്നുകൊണ്ട് ഈ ഒരു ചെയറിലൊന്നും ഇരിക്കണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് ബിസിനസ്സിനോട് തന്നെ വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ്. ഇത് കേട്ടപ്പോഴേക്കും അനി, നിന്നെ അവിടെ ഇരിക്കുമ്പോൾ നിനക്ക് ബിസിനസ്സിലേക്ക് കൂടുതൽ താല്പര്യങ്ങൾ വന്നു തുടങ്ങും. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമ്മളിവിടെ. നിനക്ക് ഞാനൊരു സ്ഥാനം തന്നിട്ടുണ്ട്, ആദർശിനേക്കാളും നല്ലൊരു കഴിവ് നിനക്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ അനിയോട് പറയുകയാണ്. അപ്പം അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ദേവയാനിയും വന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. മോനെ, ഇനി മുത്തശ്ശനോട് തർക്കിച്ച് വെറുതെ എന്തിനാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? മുത്തശ്ശൻ എന്താണോ പറയുന്നത് അതേപോലെ അനുസരിക്കുക. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഹനി, നിനക്ക് എന്തെങ്കിലും തകർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിവിടെ ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. പക്ഷേ എന്നാലും മുത്തശ്ശ, ഇതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറയാണ്. ഏതായാലും നീ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ, നീ അങ്ങോട്ട് പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അനിയെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴേക്കും ഈ നമ്മുടെ ഈ ജലജ ഇങ്ങനെ മനസ്സിൽ നിൽക്കണം. ഈടാ, അവന് MD സ്ഥാനം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കാണ് കൊമ്പത്ത് കയറുന്നത് തോന്നുന്നത്. ഏട്ടൻ്റെ പിന്നാലെ നടന്നവനാ ഇപ്പതേ MD സ്ഥാനത്തിരിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ജാനകിയാണെങ്കിൽ നേരെ അതിനടുത്തേക്ക് ചെല്ലുകയാണ്. നിനക്ക് എന്താടാ, നീ ഇതെന്തിൻ്റെ കേടണ്ടായി, നിനക്ക് മുൻകൈയെടുത്ത് ഇറങ്ങേണ്ട നിനക്ക് എന്നൊക്കെ അപ്പോൾ ചോദിക്കുകയാണ്. ഓ എൻ്റെ പൊന്നമ്മ, എനിക്കൊരു മുൻകൈയെടുത്ത് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മ ഇങ്ങനെ മാറിപ്പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് ഭയങ്കര തർക്കമാണ്. നീയേ കൂടുതൽ വാചകം കൊടുക്കാൻ നിൽക്കണ്ട, നാളെ തന്നെ ഓഫീസിൽ കയറേണ്ടതാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് ഇറങ്ങുക തന്നെ ചെയ്യണം എന്നൊക്കെ ജാനകിയും പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പതിവ് പോലെ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനി ഇരുന്ന് കോലം വരക്കുന്ന ആ ഒരു സീനാണ് ഈ ദേവയാനിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരുന്നത്. അപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്നാണ് ഒരു ബോധാവസ്ഥയിലേക്ക് നമ്മുടെ ദേവയാനി വരുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നയനമോളും അല്ല കോലം വരച്ചെന്ന്. അപ്പോഴാണ് ദേവയാനിക്ക് മനസ്സിലാവുന്നത്. ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ ജാനകിയെ കാണിക്കുകയാണ്. ജാനകി ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ കൂർക്കം വലിച്ച് ഉറക്കമാണ്. ദൈവമേ, ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടവനാണ്, ഒരു വലിയൊരു തലപ്പത്തിരിക്കേണ്ടവനാണ്, കിടന്ന് ഉറക്കം കണ്ടില്ലേ, ഒരു ഉത്തരവാദിത്വമല്ലേ ഇവന് എന്ന് പറഞ്ഞുകൊണ്ട് എടാ അനി എണീക്കടാ അനി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കണം. എടാ, നീ ഇന്നൊരു ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവല്ലേ, നിന്നെ വലിയൊരു തലപ്പത്തിരുത്താൻ പോവല്ലേ, ആ സമയത്ത് ഇങ്ങനെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങി എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പം ആദർശിന് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിനക്ക് തന്നിരിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നീ ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങി ഒരു ഉത്തരവാദിത്തമില്ലാതെ നടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിന്നെ മുത്തശ്ശൻ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയാണോ? എടാ, വലിയൊരു നിധി കിട്ടിയിരിക്കുകയാണ്, അത് കളയാതെ നീ സൂക്ഷിക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വല്ലാതെ മാറിപ്പോയിട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ അമ്മ. ഒന്നിനോടും ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരാളായിരുന്നു, ഒരു അത്യാഗ്രഹം ഇല്ലാത്ത ആള്. ഇപ്പോൾ വലിയൊരു സ്ഥാനം എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആക്രാന്തം കൂടിയല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥാനം കിട്ടണമെന്ന് അമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നല്ലേ. എടാ പൊന്നു മോനെ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു വലിയ സ്ഥാനം കിട്ടണമെന്നൊന്നും എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷേ മുത്തശ്ശനായിട്ട് തന്നെ നിന്റെ കയ്യിലേക്ക് ഈ വലിയൊരു സ്ഥാനം വെച്ച് തരുമ്പോൾ അതെങ്ങനെ വേണ്ടാന്ന് പറയും, അതെങ്ങനെ തട്ടിത്തെറിപ്പിക്കും? അത് നിനക്ക് അവകാശപ്പെട്ടതായത് കൊണ്ടിട്ടല്ലേ മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നത്. ആദർശ് കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളും നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് മുത്തശ്ശൻ അറിയാം. അതുകൊണ്ടല്ലേ നീ ഇനി പറയാൻ നിൽക്കണ്ട, നീ ഏതായാലും ഡ്രസ്സ് മാറി ഒരുങ്ങി നല്ല സൂപ്പറായിട്ടൊക്കെ വാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പോവുകയാണ്. അപ്പോൾ നവ്യയെ കാണിക്കുകയാണ്. നവ്യക്കാണെങ്കിൽ ആകെ കാലി മൂത്തൊരവസ്ഥ. അപ്പോൾ ഈ അഭി വന്നിട്ട്, നവ്യ നീ ഇവിടെ നിൽക്കുകയാണോ? അവിടെ പൂജ തുടങ്ങി, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ, അവിടെ പോയി പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ, നിനക്ക് നാണം ഉണ്ടോ? എടാ, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്നിട്ട് ആദർശിനെ പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്കും അനിയെ ആ വലിയൊരു സ്ഥാനത്തിരുത്തിയിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ തരുന്നുണ്ടോ? നിന്നെ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അടിച്ച് നിന്നെ പുറത്താക്കിയില്ലേ ഒരു തെറ്റും ചെയ്യാതെ. എന്നിട്ട് അവരുടെ പൂജയോടൊപ്പം കൂടാനായിട്ട് പോകുന്നു. വേണ്ട, അയ്യോ
നവ്യ നമ്മ ആ പൂജക്ക് കൂടിയില്ലെങ്കിൽ അവർ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരില്ലേ? അവരെന്ത് പ്രശ്നങ്ങളായിട്ടാണ് വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? നിന്റെ അമ്മായില്ലേ, അമ്മായി നിന്നെ കൊണ്ട് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും. അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കണം. നിന്നൊരു അടിമയായി പോലെ അവർ നിന്നെ കരുതും. അവിടുത്തെ സകലമാന കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്താ അത് വേണോ? അപ്പം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നീ ആ പൂജയ്ക്ക് പോകരുത്, അതിൻ്റെ ആവശ്യമില്ല നിനക്ക് എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നത് കേട്ടല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ആ ഒരു പൂജ കാണിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി ഭക്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ദേവയാനിയാണെങ്കിൽ അവിടെ വിളക്കൊക്കെ കാണിച്ച് ഇങ്ങനെ പൂജകളെല്ലാം ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ കുശും ഇങ്ങനെ ചിന്തിക്കുകയാണ്. കണ്ടില്ല അവൻ്റെ നിപ്പ് കണ്ടില്ലേ? അവനൊരു വലിയൊരു സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവനിനി നിലത്തൊന്നും ആയിരിക്കില്ല. ഓ, എൻ്റെ മോന് കിട്ടേണ്ടതൊക്കെയാണ് ഇവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന. ഒരു ബിസിനസ്സിലും ഒരു താല്പര്യമില്ലാത്തവനായിരുന്നു. എന്നിട്ട് ഇപ്പം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൽ ഇരിക്കാനായിട്ട് പോവുകയാണ്, MD ആയിട്ട് എന്നും പറഞ്ഞ് ഈ ജലജ ഇങ്ങനെ മനസ്സിൽ കുശുമ്പ് വിചാരിക്കുക. അങ്ങനെ ആ ഒരു പ്രാർത്ഥന അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വിളക്ക് തൊട്ട് വന്നിക്കുകയും ചെയ്യാണ്. അങ്ങനെ ബാക്കി എല്ലാവരും ഇങ്ങനെ നമ്മുടെ അനിയെ യാത്ര അയക്കാൻ വേണ്ടി ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് MD ആയിട്ട് പോവുകയാണല്ലോ. അപ്പോൾ യാത്ര അയക്കാൻ വേണ്ടി എല്ലാവരും വന്ന് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും എനിക്ക് ഭയങ്കര മൂഡ് ഓഫ്. മുത്തശ്ശൻ പറയാണ്, നീ ഒരു MD സ്ഥാനത്തിരിക്കാൻ പോവാണ് അനി, അതുകൊണ്ട് നീൻ്റെ ആ മൂഡ് ഓഫ് ഒക്കെ അങ്ങോട്ട് മാറ്റിയേര്. സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി തന്നെ വേണം അവിടെ മുന്നിട്ട് ഇറങ്ങാനായിട്ട്, അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മൂഡ് ഓഫ് ഒക്കെ നീ മാറ്റിയാരെന്നൊക്കെ പറയുകയാണ്. മുത്തശ്ശ, എനിക്കതിന് കഴിയുന്നില്ല മുത്തശ്ശ, സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ ഏട്ടനില്ലാത്ത സ്ഥലത്ത് പോയി ഞാനിരിക്കാനോ എനിക്കത് പറ്റുന്നില്ല മുത്തശ്ശ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അതൊക്കെ നിനക്ക് പറ്റും. പിന്നെ ആദർശിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ അങ്ങോട്ട് തുടങ്ങിക്കോളാനേ. ആദർശാണല്ലോ അവിടെ ഇരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയത്. പിന്നെ അവനൊരു വീഴ്ച വന്നപ്പോൾ അവനെ പുറത്താക്കി. അത്രയേ ഉള്ള കാര്യങ്ങളെല്ലാം. അവൻ ബിസിനസ്സിൽ തോറ്റെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ദേവയാനി പറയണ, എന്നാലും അച്ഛാ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആദർശിനുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊരു വീഴ്ച വന്നത് അത് വലിയ കാര്യമാക്കാനുണ്ടോ അച്ഛ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കാര്യമാക്കാനുണ്ട്. ബിസിനസ്സിൽ വീഴ്ച വരാൻ പാടില്ല, എപ്പോഴും മുൻകൈയെടുത്ത് ഇറങ്ങണം. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങനെ വീഴ്ച വന്നാൽ അത് സഹിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോനെ, നീ തർക്കിക്കാൻ നിൽക്കേണ്ട അച്ഛനോട്. നീ മുത്തശ്ശൻ പറയുന്നതൊക്കെ അനുസരിച്ച് നീ മുന്നോട്ട് പോകുക. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ എല്ലാ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ രണ്ടുപേരും അനുഗ്രഹിക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ അനിയെ അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇറങ്ങിയപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാലും അച്ഛാ, ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. അവരെ ഇത്രയും നാളും കമ്പനി മുന്നോട്ട് കൊണ്ടുപോയതാണല്ലോ, അതുകൊണ്ട് എന്ത് പ്രയോജനം? വലിയൊരു സ്ഥാനത്ത് നിൽക്കേണ്ടവൻ ഇപ്പം എല്ലാം തകർന്ന് വല്ലയിടത്തും മാറി നിൽക്കുകയല്ലേ. അവൻ്റെ പരാജയം അവൻ സമ്മതിച്ചത് കൊണ്ടല്ലേ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, MD സ്ഥാനം രാജിവെച്ചത്. അതൊക്കെ എന്താ നിങ്ങൾ മറന്നുപോയോ എന്ന് ദേവയാനിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അങ്ങനെ അനിയും ബാക്കിയുള്ളവരെയും കൂടെ കാറിൽ കയറാൻ പോകും. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ ഇപ്പം തന്നെ ഓഫീസിലേക്ക് പോകുന്നില്ല, പിന്നെ എങ്ങോട്ടാണ്? വിളിച്ച എനിക്ക് ആദർശേട്ടനൊന്ന് കാണണം എന്ന് പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആദർശിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കോളിമ്പല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തുറക്കാം ആദർശേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന വാതിൽ തുറക്കുകയാണ്. അപ്പോൾ അനിയും വല്യച്ഛനും അതേപോലെ തന്നെ അനിയുടെ അച്ഛനൊക്കെ വന്ന് നിൽക്കുക. അപ്പോൾ അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിൻ്റെ കണ്ണുകൾ നിറയെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മോനെ അനി, നീ ഇപ്പോൾ MD സ്ഥാനത്തിരിക്കാനായിട്ട് പോവുകയാണ്. അത് വേണ്ട വിധത്തിൽ നീ കൈകാര്യങ്ങളെല്ലാം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. നീ എന്തിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അനിയാണെങ്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്, കാലിൽ തൊട്ട് അനുഗ്രഹവും മേടിക്കുകയാണ്. എടാ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേടാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിൽ ഒരു സങ്കടവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ സ്ഥാനത്ത് വേറൊരാളെയാണ് അവിടെ മുത്തശ്ശൻ നിയമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും വേദനിച്ചാനായിരുന്നു, സങ്കടപ്പെട്ടാനായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയല്ലേ ആ കമ്പനിയുടെ MD ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ മോനെ എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.